നമസ്കാരം. ഇന്ന് നവംബർ 6 വ്യാഴം, തുലാം 20 പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിന് അല്പസമയത്തിനകം തുടക്കമാകും. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിലാണ് ഇന്ന് പോളിംഗ് നടക്കുക. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയും ഉൾപ്പെടെ പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. വിവരങ്ങളുമായി പട്നയിലെ ഫൈൻ ആർട്സ് കോളേജിലെ പോളിംഗ് ബൂത്തിന് മുൻപിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ആദ്യഘട്ടം നടക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫൈൻ ആർട്സ് കോളേജിൽ 3 ബൂത്തുകളാണ് തയ്യാറായിട്ടുള്ളത്. രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. മോക്ക് പോളിംഗും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഈ മോക്ക് പോളിംഗ് നടക്കുന്ന സമയത്ത് പരിശോധനയ്ക്കായി എത്താറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്തരത്തിൽ ആരെയും കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. ഏതായാലും വോട്ടർമാർ ആരും തന്നെ ഈ സമയമൊന്നും എത്തിയിട്ടില്ല. 7 മണിയോടെ പോളിംഗ് തുടങ്ങേണ്ടതാണ്. പിന്നീട് 6 മണിവരെയാണ് സാധാരണ പോളിംഗ് നടക്കുക. പക്ഷേ ബീഹാറിൽ എല്ലായിടത്തും 6 മണിവരെ പോളിംഗ് ഇല്ല. ചില സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ചിലയിടത്തെങ്കിലും ഈ പോളിംഗ് 5 മണിയോടെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പോളിംഗ് ബൂത്തിലും CRPFന്റെ ഒക്കെ ഉദ്യോഗസ്ഥർ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലായിടത്തും വോട്ടിംഗ് നടക്കുന്നിടത്തൊക്കെ ഈ തരത്തിൽ പ്രത്യേക സുരക്ഷ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല ബൂത്തുകളും പ്രശ്നബാധിതമാണ്. മൊക്കാമ അടക്കമുള്ള മണ്ഡലങ്ങൾ ഇന്നിപ്പോൾ ജനവിധി തേടാൻ പോകുന്നുമുണ്ട്. അവിടെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ദുലാർചന്ദ് യാദവ് എന്ന പ്രമുഖനായ നേതാവ്, ജൻസുരാജ് പാർട്ടി നേതാവ് കൊല്ലപ്പെടുകയും അവിടുത്തെ സ്ഥാനാർത്ഥി, JDUവിന്റെ സ്ഥാനാർത്ഥി തന്നെ ജയിലിലേക്ക് പോവുകയും ചെയ്ത സംഭവമുണ്ട്. ആനന്ദ് സിംഗ് ഇപ്പോൾ ജയിലിലാണ്. അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നബാധിതമായ മേഖലകൾ കൂടി ഇന്നിപ്പോൾ പോളിംഗ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി പട്ടികകൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 32% സ്ഥാനാർത്ഥികൾക്കെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നൊരു കൗതുകം കൂടി എനിക്ക് ആ പട്ടിക പരിശോധിച്ചപ്പോൾ മനസ്സിലായി. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിലേക്കാണ് ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് നടക്കുന്നത്. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ 122 മണ്ഡലങ്ങളിലും വോട്ടിംഗ് നടക്കുകയും ചെയ്യും. കാടടച്ചുള്ള ഒരു പ്രചാരണ കാലത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ വോട്ടിങ്ങിലേക്ക് പോകുന്നത്. തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. മഹാസഖ്യത്തിന്റെ തേജസ്വി യാദവ് അടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ ഈ വോട്ടിങ്ങിൽ ജനവിധി തേടുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അലിനഗറിൽ നിന്ന് മൈഥിലി ഠാക്കൂർ ഉണ്ട്, കുമാർ സിൻഹ, ഉപമുഖ്യമന്ത്രി കുമാർ സിൻഹയുണ്ട്. ഒപ്പം തന്നെ സാമ്രാജ് ചൌധരി, മറ്റൊരു ഉപമുഖ്യമന്ത്രി BJP നേതാവ്, താരാപൂരിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ കൂടി ഈ ഘട്ടം വളരെ നിർണായകമാണ്. ഒന്നാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴായിരുന്നു വലിയ ക്ഷേമ പദ്ധതികൾ തേജസ്വി യാദവ് പ്രഖ്യാപിച്ചത്. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 30,000 രൂപ എത്തുന്ന തരത്തിൽ, അതായത് അധികാരം കിട്ടിയാൽ ജനുവരി മാസം തന്നെ പണം എത്തുമെന്നുള്ള വമ്പൻ പ്രഖ്യാപനമൊക്കെ നടത്തുകയും പിന്നീട് നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം, ഇന്നലത്തെ ദിനം യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു. അതെങ്ങനെ പ്രായോഗികമാണ്, ഈ തോൽവി ഉറപ്പിച്ചത് കൊണ്ടാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇന്നലെ ആദ്യ പകുതിയിൽ അത്തരം ചർച്ചകളായിരുന്നു. പിന്നീടാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം 12 മണിയോടെ നടക്കുന്നത്. ബീഹാറിൽ പോലും ഒരു പക്ഷേ ഇത്തരം വോട്ട് ചോരി ആരോപണം, താൻ ഉന്നയിക്കുന്ന ആരോപണം കണക്കെ ചിലത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചതോടെ ആ തരത്തിലുള്ള ചർച്ചകൾ കൂടി ഈ സമയം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, ആദ്യഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ബീഹാറിൽ ശ്രീനാഥ് ചന്ദ്രനാണ് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ഈ വാർത്താ ദിനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് മേഖല തിരിച്ചു പോവുകയാണ്. 24 പ്രതിനിധികൾ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, ഒപ്പം ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ചേരും. ആദ്യം റിനു ശ്രീധറിലേക്കാണ്. റിനു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമ്മൾ തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ? വിവരങ്ങൾ റിനു. ഗുഡ് മോർണിംഗ് ഉന്മേഷ്. എന്തായാലും SIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ ദിവസത്തെ സർവകക്ഷി യോഗത്തിലുള്ള ഒരു തീരുമാനവുമാണത്. എന്തായാലും നിലവിൽ ഉടൻ തന്നെ ഇന്നോ നാളെയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തമിഴ്നാടും അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോയ അതേ തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംസ്ഥാന
സർക്കാരിന് പുറമെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും കക്ഷി ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനും MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സർവകക്ഷി യോഗത്തിൽ അറിയിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വാർത്ത SIR-യുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. രണ്ടാമത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് അംഗം, അതായത് പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ റാന്നി കോടതി പരിഗണിക്കും എന്നുള്ളതാണ്. നിലവിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ വാദം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗം എന്താണ് എന്നുള്ളത് കോടതി ഇതുവരെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ജാമ്യ ഹർജി ഇന്നത്തേക്ക് പരിഗണിക്കാതെ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചില്ല. ഇതാണ് പ്രധാനമായും ഇന്ന് നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് നൽകാൻ കഴിയുന്ന വാർത്തകൾ. ഇതാണ് വിവരങ്ങൾ നൽകിയത്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് മധ്യ കേരളത്തിലെ പ്രധാന വാർത്തകൾ? അമൽ. ഉന്മേഷ്, ഇന്ന് പ്രധാനമായും അങ്കമാലിയിലെ 9 വയസ്സുകാരിയുടെ ഇന്നലെ നടന്ന കൊലപാതകത്തിൽ ഉണ്ടാകാനുള്ള ഫോളോ അപ്പുകളാണ് ഇന്ന് മധ്യ കേരളത്തിൽ പ്രധാനമായും, പ്രത്യേകിച്ചും കൊച്ചിയിൽ നമ്മൾക്ക് ശ്രദ്ധിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് CMRL കേസ് കോടതിയിൽ വരുന്നുണ്ട്. മാസപ്പടി കേസ്, മുഖ്യമന്ത്രിയുടെ മകൾ T വീണയും ഉൾപ്പെട്ട കേസാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം ഒരു കേസ് വിജിലൻസ് ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള 2 കേസുകൾ ഹൈക്കോടതിയിൽ വന്നെങ്കിലും അത് തള്ളുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായ MR അജയൻ നൽകിയിരിക്കുന്ന കേസാണ്. ഇതാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. വിഷയത്തിൽ CBI അന്വേഷണം വേണം എന്നാണ് ഈ MR അജയന്റെ ആവശ്യം. ഈ ഒരു വിജിലൻസ് അന്വേഷണം തള്ളിയ സാഹചര്യത്തിൽ CBI അന്വേഷണത്തോട് കോടതിയുടെ സമീപനം എന്താകുമെന്നാണ് കാത്തിരിക്കുവാനുള്ളത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളും അടക്കം ഈ ഒരു കേസിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആവശ്യമാണ് എന്ന് സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായമോ തന്റെ വാദമോ കേൾക്കുവാൻ കേന്ദ്ര ഏജൻസികളൊന്നും മെനക്കെട്ടിരുന്നില്ല എന്ന വാദവും ഈ വീണ കോടതിക്ക് മുമ്പാകെ കഴിഞ്ഞ കേസുകൾ പരിഗണിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം അവതരിപ്പിച്ചതാണ്. അങ്ങനെയൊരു നിലനിൽക്കുമ്പോഴാണ്, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പുകളെല്ലാം അടുത്ത് നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ മാസപ്പടി കേസ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്കമാലിയിലെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഇന്ന് അമ്മൂമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. തെളിവെടുപ്പ് ഇന്നുണ്ടാകുമോ എന്ന് കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ വിലയിരുത്തലുകൾക്ക് ശേഷം മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു പ്രത്യേകിച്ചും ജനങ്ങളാകെ ഈ അമ്മൂമ്മയ്ക്കെതിരെ ഒരു രോക്ഷത്തിലാണ് ഇപ്പോൾ ആ പ്രദേശത്തെല്ലാം ഉള്ളത്. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള കണ്ടെത്തലുകൾ എന്താണ് എന്നതെല്ലാം വരാനിരിക്കുന്നുള്ളൂ. ആ കാര്യങ്ങളെല്ലാം ഇന്ന് പകൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ശരി. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, വടക്കൻ കേരളത്തിൽ എന്തൊക്കെ വാർത്തകൾ, എന്തൊക്കെ പുതിയ വിവരങ്ങൾ? നിഖിൽ. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. വടക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ കൊടുവള്ളിയിലെ വോട്ട്, UDF-ന്റെ വോട്ട് വ്യാപകമായി വെട്ടിമാറ്റി എന്ന പരാതിയിന്മേലുള്ള നടപടികളുമൊക്കെയായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിൽക്കെ സ്വാഭാവികമായിട്ടും അതിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ പുതിയ നഗരസഭാ സെക്രട്ടറി ഇന്ന് ചുമതലയേൽക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി VP ഉണ്ണികൃഷ്ണനാണ് പുതിയ സെക്രട്ടറി. കഴിഞ്ഞ ദിവസം നിയമിച്ച അനിൽകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതോടുകൂടിയാണ് പുതിയ നിയമനം ഉണ്ടായത്. വോട്ടർ പട്ടിക ക്രമക്കേടിനെ തുടർന്ന് മുൻ സെക്രട്ടറി VS മനോജിനെ നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇദ്ദേഹത്തിന് പല രേഖകളും UDF അടക്കം ആവശ്യപ്പെട്ട പല രേഖകളും ഹാജരാക്കാൻ കഴിയാതെ വരികയും തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയുമായിരുന്നു. വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളോ നോട്ടീസോ നഗരസഭയിൽ ഇല്ലെന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഉത്തരവാണ്. അത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഈ തുറന്നു പറച്ചിലാണ് വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയത്. എന്തായാലും ഇതിന്മേൽ ഇനിയും ഇന്ന് തുടർ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ സെക്രട്ടറി ഇന്ന് ചുമതലയേൽക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കോഴിക്കോട് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ജില്ലയിലുണ്ട്. ഇതിൽ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും യുവജനകാര്യ കായിക മന്ത്രാലയവും
മേര യുവ ഭാരതും സംഘടിപ്പിക്കുന്ന പട്ടിക യുവജന വിനിമയ പരിപാടിയിൽ ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പിന്നോക്ക മേഖലകളിലെ ഗോത്രവർഗ യുവജനങ്ങൾക്ക് ഉള്ള അവരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സ്കൂളിലും അദ്ദേഹം ഇന്ന് എത്തുന്നുണ്ട്. നടക്കാവ് സ്കൂളിൽ 4 മണിക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. കുട്ടികളുമായി അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഗവർണറുടെ സാന്നിധ്യവും ഇന്ന് ജില്ലയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ് ബൽറാം. ഈ രാഹുലിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ അനുരണനങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ ബൽറാം ഡൽഹിയിൽ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ 3ാമത്തെ വാർത്താ സമ്മേളനമാണ് ഇന്നലെ നടന്നത്. അതിന്റെ അനുരണനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പ്രത്യേകിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങൾ അത് ആദ്യ 2 വാർത്താ സമ്മേളനത്തെക്കാൾ ഏറെ ഗൗരവതരമായ ആരോപണങ്ങൾ, ശക്തമായ തെളിവുകൾ നിരത്തിയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ഭരണം തന്നെ ഇത്തരത്തിൽ വോട്ട് അട്ടിമറിയിലൂടെ പിടിച്ചെടുത്തു. ഏതാണ്ട് 25 ലക്ഷത്തോളം വ്യാജ വോട്ടുകൾ ചേർത്തു എന്ന ആരോപണമാണ്. ഹരിയാന എന്ന സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പൂർണ്ണമായും തന്നെ വ്യാജമാണെന്നും അസംബന്ധമാണെന്നുമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹരിയാന ചീഫ് ഇലക്ടോറൽ ഓഫീസർ ഇന്നലെ വൈകിട്ട് രാഹുലിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉടനുണ്ടാകും, വിശദീകരണം ഉടനുണ്ടാകുമെന്ന് അറിയിച്ചെങ്കിലും അത്തരത്തിലൊരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അതേസമയം ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഈ ആരോപണങ്ങളെ തള്ളിയിട്ടുണ്ട്. ഇതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്ന പ്രതികരണമാണ് വന്നത്. കഴിഞ്ഞ ദിവസം BJP ദേശീയ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ആരോപണങ്ങൾ തള്ളിയെങ്കിലും വസ്തുതകൾ നിരത്തിയുള്ള ഒരു പ്രതികരണം BJPയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. അതിനേക്കാൾ ഉപരി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇതിൽ പ്രതികരണങ്ങൾ വരേണ്ടത്. ആ പ്രതികരണം ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് UPA സഖ്യകക്ഷികൾ അടക്കം DMK അടക്കമുള്ള പാർട്ടികൾ രാഹുലിന്റെ ആരോപണത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ പട്ടികയും അന്തിമ വോട്ടർ പട്ടികയും ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുണ്ട് എന്നുള്ള ആരോപണം എന്ന സംശയവും രാഹുൽ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിൽ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ഡൽഹിയിൽ നിന്നും ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഒമർ ഖാലിദ് അടക്കമുള്ള 4 പേരുടെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഡൽഹി പോലീസ് അതിനെ ശക്തമായി എതിർക്കുമ്പോൾ തങ്ങൾക്കതിൽ പങ്കില്ല, അതിൽ ആ സമയത്ത് ഡൽഹിയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഒമർ ഖാലിദ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ ഇന്നും സുപ്രീം കോടതിയിൽ നടക്കും. ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ ഇന്നും രാജ്യ തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉന്മേഷ്. ശരി ബൽറാം. ഇടുക്കി ചെറുതോണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 18-കാരന് ദാരുണാന്ത്യം. ചുരുളി സ്വദേശി അമൽ ടോമാണ് മരിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്നും. രാഹുൽ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? വിവരങ്ങൾ രാഹുൽ. ഇന്ന് രാത്രിയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇരു ദിശകളിൽ വന്ന സ്കൂട്ടറും അതുപോലെ തന്നെ ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. ചെറുതോണി പാലത്തിന് സമീപം വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചുരുളി സ്വദേശി അമൽ ടോം, അതുപോലെ തന്നെ തങ്കമണി സ്വദേശി ആൽബിൻ പീറ്റർ, ഇവരെ രണ്ടുപേരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അമൽ ടോം മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വളരെ സങ്കടമുണ്ടാക്കുന്ന കാര്യം. പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ ആൽബിൻ പീറ്റർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന്. വടക്കഞ്ചേരി മണ്ണുത്തി ആറുവരി പാതയിലെ പന്നിയങ്കര ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നേരത്തെ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. വാണിയമ്പാറ, കല്ലിടുക്ക്, മുടിക്കോട് എന്നിവിടങ്ങളിൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത്. വർക്കലയിൽ മദ്യപൻ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട കേസിൽ തിരിച്ചറിയൽ പരേഡ് നടത്താൻ റെയിൽവേ പോലീസ്. മാജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ജയിലിൽ വെച്ച് തിരിച്ചറിയൽ പരേഡ് നടത്താൻ തീരുമാനം. ഇതിനുള്ള അപേക്ഷ ഇന്നലെ പോലീസ് കോടതിയിൽ നൽകി. തിരിച്ചറിയൽ പരേഡ് നടത്തിയ ശേഷം മാത്രം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ് തീരുമാനം. അതിനിടെ സംഭവ സമയം പ്രതിയും പെൺകുട്ടിയും ധരിച്ച വസ്ത്രങ്ങളും രക്തക്കറയും ശാസ്ത്രീയ പരിശോധനയ്ക്കായി കോടതിയിൽ സമർപ്പിച്ചു. ട്രെയിനിൽ നിന്ന് ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയെ രക്ഷിച്ച 2 പേരുടെ മൊഴികൾ കൂടി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തി. ട്രെയിനിൽ കയറും മുൻപ് പ്രതിയും സുഹൃത്തും മദ്യപിച്ച ബാറുകളിലെ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിക്കും.
കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും പൊതുറാലികൾ നടത്താൻ അനുമതി നൽകുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ രൂപീകരിക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. 10 ദിവസത്തിനുള്ളിൽ SOP രൂപീകരിച്ച് പ്രസിദ്ധീകരിക്കാൻ മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. കേസ് ഈ മാസം 11-ന് വീണ്ടും പരിഗണിക്കും. പത്തനംതിട്ട തിരുവല്ല കവിതാ കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കുത്തിയും പെട്രോൾ ഒഴിച്ചും 19-കാരെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രതിയായ അജിൻ റജി മാത്യു കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിക്കുക. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിച്ചു. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം കഴിയുമ്പോൾ 4 സീറ്റുകളിലും ഇടത് സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത്. എയ്സ, SFI, DSF സഖ്യവും ABVPയും തമ്മിലാണ് പ്രധാന പോരാട്ടം. ഇടത് സഖ്യത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദിതി മിശ്ര, വൈസ് പ്രസിഡന്റായി മലയാളിയായ K. ഗോപിക ബാബു, ജനറൽ സെക്രട്ടറിയായി സുനിൽ യാദവ്, ജോയിന്റ് സെക്രട്ടറിയായി ഡാനിഷ് അലി എന്നിവരാണ് മത്സരിക്കുന്നത്. വികാസ് പട്ടേൽ, തന്യകുമാരി, രാജേശ്വർ ഖാൻ ദുബെ, അനൂജ് എന്നിവരാണ് ABVP സ്ഥാനാർത്ഥികൾ. ലഹരിക്കെതിരായ 24 പോരാട്ടം ജ്യോതിർഗമയ ക്യാമ്പയിന് പിന്തുണയേറുന്നു. മലപ്പുറം പാതായിക്കര AUP സ്കൂളിലെ ലഹരി വിരുദ്ധ പരിപാടി ഏറ്റെടുത്ത വിദ്യാർത്ഥികൾ. പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V. അനൂപ് ഉദ്ഘാടനം ചെയ്തു. സമൂഹം ആവശ്യപ്പെടുന്ന പോരാട്ടത്തിന് 24 ഇറങ്ങിയപ്പോൾ നാട് ഒപ്പം നിൽക്കുകയാണ്. ലഹരി വിരുദ്ധ പോരാട്ടം തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നു. നല്ല ലഹരിയെന്നും മോശം ലഹരിയെന്നും 2 തരത്തിൽ ലഹരികളുണ്ടെന്നും അത് തിരിച്ചറിയാൻ സാധിക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V. അനൂപ് പറഞ്ഞു. ലഹരി പറഞ്ഞാൽ എന്താണ്? ആ ലഹരിക്ക് തന്നെ 2 തരമുണ്ട്. ഒന്ന് നല്ലതുണ്ട്, ചീത്തയുണ്ട്. നല്ല തരമായുള്ള ലഹരികൾ എന്താണ്? പഠനം ഒരു ലഹരിയാക്കാം. നിങ്ങൾക്ക് കളിക്കാനുള്ള കുട്ടികൾ, കഴിവുള്ള കുട്ടികളാണെങ്കിൽ കളി ഒരു ലഹരിയാക്കാം. ക്രിക്കറ്റ് കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന, ഫുട്ബോൾ നമുക്ക് ലഹരിയാക്കാം. അതെല്ലാം ലഹരിയാക്കി മാറ്റാം. ആ ലഹരി കൊണ്ട് നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ഗുണം മാത്രമേ കിട്ടുള്ളൂ. 24 മലപ്പുറം ബ്യൂറോ ചീഫ് ഗോകുൽ K. വേണുഗോപാൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരി വിരുദ്ധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു. ओनरशिप पर करे प्रहार, ना करेंगे ना करने दें। अधिकांश अल्कोहल जब उसे हमारे देश को युवा कल का भविष्य है। പരിപാടിയോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ റാലിയും നടത്തി. ചടങ്ങിൽ പ്രധാനാധ്യാപിക PM ശ്രീജ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ സുനിൽ ചമ്പത്ത്, K. ഉണ്ണികൃഷ്ണൻ, M. വിനോദ്, അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 24 മലപ്പുറം. ഇനി കായിക വാർത്തകളിലേക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ 4ാം T20 ഇന്ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 1:45 ഓസ്ട്രേലിയയിലെ കരേരയിലാണ് മത്സരം. ഹൊബാട്ടിലെ തകർപ്പൻ ജയത്തോടെ ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയിലേക്ക് ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ. വാഷിംഗ്ടൺ സുന്ദറിന്റെ വമ്പനടിയിൽ 5 വിക്കറ്റിനായിരുന്നു ഇന്ത്യൻ ജയം. കരേരയിൽ കൂടി കരപിടിക്കാനായാൽ 2-1 ലീഡിനൊപ്പം 5 മത്സര പരമ്പര നഷ്ടമാകില്ലെന്നുകൂടി ഉറപ്പിക്കാം. വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഒഴിച്ച ബാക്കി ബാറ്റർമാരെല്ലാം താളം കണ്ടെത്തി കഴിഞ്ഞു. കോച്ച് ഗൗതം ഗംഭീർ ഹർഷിത് റാണയെ മനസ്സില്ലാ മനസ്സോടെ കൈവിട്ട അർഷ്ദീപ് സിംഗിനെ ടീമിലെടുത്തതിന്റെ ഗുണം ഹൊബാട്ടിൽ കണ്ടതാണ്. 3 വിക്കറ്റുമായി കളിയിലെ താരമായിരുന്നു അർഷ്ദീപ്. ജിതേഷ് ശർമ്മ കിട്ടിയ അവസരത്തിൽ ഫിനിഷറുടെ റോൾ നന്നായി നിർവഹിച്ചതോടെ സഞ്ജു സാംസന്റെ സ്ഥാനം ഇന്നും ബെഞ്ചിലായിരിക്കും. ആഷസ് മുന്നിൽ കണ്ട ട്രാവിസ് ഹെഡിനെയും ഷോൺ അബോട്ടിനെയും സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്തതോടെ ഓസ്ട്രേലിയൻ 11-ൽ മാറ്റമുറപ്പ്. ഗ്ലെൻ മാക്സ്വെൽ തിരിച്ചെത്തുമോ എന്നതിലാണ് ഏറ്റവും ആകാംക്ഷ. മിച്ചൽ മാഷ്, ടിം ഡേവിഡ്, മാർക്കസ് ടോണിസ് എന്നിവർക്കൊപ്പം മാക്സ്വെൽ കൂടി ചേർന്നാൽ ഇന്ത്യൻ ബൗളർമാർക്ക് പിടിപ്പത് പണിയാകും. സ്പോർട്സ് ഡെസ്ക് 24. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ DMK പാർട്ടി ചിഹ്നത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് DMK വ്യക്തമാക്കി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കിയിലെ പീരുമേട്, ദേവികുളം താലൂക്കുകളിലെ പഞ്ചായത്തുകളിലായിരിക്കും മത്സരം. നമ്മളിപ്പം പീരുമേട് താലൂക്കിൽ ഉപ്പുതറ പഞ്ചായത്തിൽ
ഒരു 6 വാർഡുകളിലായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്നക്കനാൽ, അതുപോലെ മൂന്നാർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്കിലേക്കും സ്ഥാനാർത്ഥികളെ 1, 2 വാർഡുകളിലൊക്കെ ആയിട്ട് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പാർട്ടി ചിഹ്നം നമുക്ക് നേരത്തെ പാർട്ടി ചിഹ്നം ഇല്ലായിരുന്നു, ഇവിടെ കേരളത്തിൽ അനുവദിച്ചിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യമാണ് ഇലക്ഷൻ കമ്മീഷണർ നമുക്ക് ചിഹ്നം അനുവദിച്ച് കിട്ടിയത്. അതുകൊണ്ട് ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാം. മുന്നണികളായിട്ട് ഇതുവരെ ചർച്ച ഒന്നും നടന്നിട്ടില്ല. നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അത് സംസ്ഥാന സെക്രട്ടറി അറിയിപ്പ് തരും ഞങ്ങൾക്ക്. രാഹുൽ വിജയനോട് ഇപ്പോൾ കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളാണ്. എന്തെങ്കിലും ചലനം ഉണ്ടാക്കുമോ DMK? വിവരങ്ങൾ രാഹുൽ. ഉന്മേഷ്, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ശക്തി തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമം DMK കേരളത്തിൽ നടത്തും. അത് ഇടുക്കിയിലായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. DMK കേരള ഘടകം ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഉപ്പുതറ പഞ്ചായത്തിലെ 6 വാർഡുകളിലും ദേവികുളത്തെ ചിന്നക്കനാൽ പഞ്ചായത്തിൽ 5 വാർഡുകളിലും മത്സരിക്കും എന്നുള്ളതാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തോട്ടം തൊഴിലാളികൾ, തമിഴ് തോട്ടം തൊഴിലാളികൾ കൂടുതലുള്ള പ്രദേശമാണ് ദേവികുളം, അതുപോലെ തന്നെ പീരുമേട്, ഉടുമ്പൻചോല. ഈ പ്രദേശങ്ങളിലുള്ള, ഈ താലൂക്കുകളിലുള്ള പഞ്ചായത്തുകളിലായിരിക്കും സ്ഥാനാർത്ഥി ഉണ്ടാവുക, മത്സരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. 2000-ഓളം പാർട്ടി പ്രവർത്തകർ ഇടുക്കി ജില്ലയിൽ DMKക്കുണ്ട് എന്ന അവകാശവാദവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തവണത്തെ മത്സരത്തിന്റെ പ്രത്യേകത, ഉദയസൂര്യൻ അവരുടെ പാർട്ടി ചിഹ്നമാണ്. ആ ചിഹ്നത്തിൽ തന്നെ കേരളത്തിൽ മത്സരിക്കും എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഔദ്യോഗിക അറിയിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് നൽകിയിട്ടുള്ളതായി വിവരമില്ല. കാരണം ഈ കേരളത്തിൽ ഉദയസൂര്യൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അനുവദിച്ചിരുന്ന ചിഹ്നമാണ്. ഇത്തവണ അത് DMK പാർട്ടിക്ക് വേണ്ടി നൽകുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന കാര്യം ഉറപ്പാണോ എന്നത് വ്യക്തത കുറവുണ്ട്. അങ്ങനെയാണ് പക്ഷേ അവർ അവകാശപ്പെടുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ DMK സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ അത് കേരളത്തിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യം ഈ കേരളത്തിൽ DMKക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല 2015-ൽ AIADMK തദ്ദേശ തെരഞ്ഞെടുപ്പിൽ AIADMKയുടെ സ്ഥാനാർത്ഥി പീരുമേട്ടിൽ മത്സരിച്ച് വിജയിക്കുകയും അതുപോലെ തന്നെ 1 വർഷം അവർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആവുകയും ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇത്തവണയും സമാനമായ രീതിയിൽ DMKക്ക് വിജയം നേടാൻ കഴിയും എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് പിന്തുണ നൽകിയിരുന്നു. ഇത്തവണ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ടല്ല, മുന്നണിയിൽ അല്ല മത്സരിക്കുന്നത്, പക്ഷേ ഏതെങ്കിലും മുന്നണിയിൽ ചേരുന്നതിന് വേണ്ടി. ശരി രാഹുൽ, ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് DMK ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃക്കാക്കര നഗരസഭയിൽ ഭരണം നിലനിർത്താൻ UDFും പിടിച്ചെടുക്കാൻ LDFും കച്ചമുറുക്കുമ്പോൾ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് UDF കളത്തിലിറങ്ങുന്നത്. എന്നാൽ പദ്ധതികളൊന്നും പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല എന്ന് LDF വാദിക്കുന്നു. പുതുമുഖങ്ങളെയും പരിചയസമ്പന്നരെയും ഒരുപോലെ രംഗത്തിറക്കാനാണ് ഇരു മുന്നണികളുടെയും നീക്കം. നിരവധി വിവാദങ്ങളും കടമ്പറയാർ പദ്ധതി ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട ഭരണസമിതിയാണ് UDFന്റേത്. ഭരണമേറ്റ് 2.5 വർഷത്തിനു ശേഷം ചെയർപേഴ്സൺ സ്ഥാനത്തു നിന്നുള്ള അജിത തങ്കപ്പന്റെ രാജിയും രാധാമണിപ്പിള്ള ഭരണമേറ്റതുമെല്ലാം നിരവധി ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഈ 5 വർഷത്തിനിടയ്ക്ക് നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. മാലിന്യ നീക്കം നിലച്ചതുൾപ്പെടെ ആയുധമാക്കുകയാണ് LDF. വികസന പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF ഭരണം പിടിക്കാൻ നീക്കം നടത്തുന്നത്. ഭരണം നിലനിർത്താൻ UDFും ഭരണം പിടിക്കാൻ LDFും ഇറങ്ങുമ്പോൾ പുതുമുഖങ്ങളെയും പരിചയസമ്പന്നരെയുമാണ് കളത്തിലേക്ക് ഇറക്കുന്നത്. റാഷിദ് ഉള്ളംപള്ളി, ഷാജി വാഴക്കാല, അജിത തങ്കപ്പൻ, MS അനിൽകുമാർ, അങ്ങനെ പല പേരുകളും UDFിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയചന്ദ്രൻ, KT എൽഡോ, CN അപ്പുക്കുട്ടൻ, CP സജിൽ തുടങ്ങിയ പേരുകളാണ് LDFിൽ നിന്ന് ഉയർന്നു വരുന്നത്. ചുരുക്കത്തിൽ ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പിനാണ് തൃക്കാക്കര സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. 24 കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നാടും നഗരവും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മൂവാറ്റുപുഴയിലെ മതിലുകളിൽ ചായം വീണു തുടങ്ങി. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബുക്കിംഗ് മാത്രമല്ല, സ്വതന്ത്രർ അടക്കം പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ട്രെൻഡുകൾ മാറി മാറി വന്നെങ്കിലും തിരഞ്ഞെടുപ്പുകളായാൽ വർണ്ണങ്ങൾ നിറഞ്ഞ ചുവരുകളാണ് അന്നും ഇന്നും ട്രെൻഡ്. ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ മൂവാറ്റുപുഴയുടെ പല വാർഡുകളിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള അക്ഷരങ്ങൾ സ്ഥാനം പിടിച്ചു. അതും മൂവാറ്റുപുഴക്കാരുടെ പ്രിയപ്പെട്ട ഗ്ലാട്ടൻ പീറ്ററുടെ കരവിരുതിൽ. സ്വതന്ത്രരും വിമതരുമാണ് ചുവരുകളിൽ നിറയുന്നത്. 30 കൊല്ലത്തിലേറെ നീണ്ട എക്സ്പീരിയൻസ് ഗ്ലാട്ടൻ ചേട്ടൻ്റെ വരയിലൂടെ തെളിഞ്ഞു. വർഷങ്ങളായിട്ട് ഒരു 30 വർഷത്തോളമായി എല്ലാ പാർട്ടിയുടെയും മതിലുകളും ചുവരെഴുത്ത് എഴുതാറുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന പാർട്ടികളോ എന്നൊന്നുമില്ല. കന്യാകുമാരി അതിൽ കാസർഗോഡ് വരെയുള്ള ജോഡോ യാത്ര, അതിൽ എനിക്ക് ചുമരെഴുതാനുള്ള അവസരം കിട്ടി. കേരളത്തിലെ മിക്ക സ്ഥലക്കാരും വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഓടിയെത്താറുണ്ട്.
മൂവാറ്റുപുഴ നഗരസഭയുടെ 22-ാം വാർഡിലാണ് ആദ്യത്തെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. LDF എന്നോ UDF എന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി മൂവാറ്റുപുഴ ഭാഗത്ത് ചുവരെഴുതുന്നത് പീറ്റർ ആർട്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് നന്നായി അറിയാം. വരും ദിവസങ്ങളിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വർണ്ണങ്ങൾ പൊതിയാനൊരുങ്ങുന്ന ചുവരുകളുടെ തുടക്കമാണ് മാറാടി സ്കൂൾ പടിയിൽ ഈ കാണുന്നത്. 24 തൊടുപുഴ. തൃശൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കടന്നുകളഞ്ഞ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായി 4ാം ദിനവും തെരച്ചിൽ. തമിഴ്നാട് കേന്ദ്രീകരിച്ചും തൃശൂർ നഗരപ്രദേശത്തും തിരച്ചിൽ തുടരുകയാണ്. തിങ്കളാഴ്ച രാത്രിയാണ് തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നതിനിടെ ബാലമുരുകൻ ചാടിപ്പോയത്. സൂരജ് സജ്ജുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന്. സൂരജ്, ബാലമുരുകൻ എവിടെയാണെന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, പോലീസിന് ലഭിച്ച ചില CCTV ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ബാലമുരുകൻ തൃശൂർ വിട്ടു എന്ന സൂചനയാണ് പോലീസിനുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കടക്കം പോലീസ് കടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബാലമുരുകനുമായി ബന്ധമുള്ളവരുടെ അടുത്തേക്ക് ബാലമുരുകൻ എത്തുന്നതിനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാലമുരുകനുമായി ബന്ധമുള്ള ആളുകളെ പോലീസ് നിരീക്ഷിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ അത്തരം മേഖലകളിലാണ് പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിലെ നഗരപ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അത് അന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ബാലമുരുകൻ രക്ഷപ്പെട്ടത് ഈ നഗരത്തോട് ചേർന്ന മേഖലയിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തുടരുകയും പിന്നീട് ഒരു സൈക്കിളും ബൈക്കും അടക്കം മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ തുടരുന്നതിനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. സമാന്തരമായി തന്നെ തൃശ്ശൂരിലും അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ബാലമുരുകൻ കാണാമറയത്ത് തന്നെയാണ്. ഇത് 2ാം തവണയാണ് ബാലമുരുകൻ ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഈ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. എന്തായാലും തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. കേരള പോലീസ് അതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. ഉന്മേഷ്, സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ മദ്യപൻ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടിത്തള്ളിയിട്ട കേസിൽ തിരിച്ചറിയൽ പരേഡ് നടത്താൻ റെയിൽവേ പോലീസ്. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ജയിലിൽ വെച്ച് തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് തീരുമാനം. ഇതിനുള്ള അപേക്ഷ ഇന്നലെ പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. റിനു ശ്രീധരനുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് റിനു? ഉന്മേഷ്, വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന സ്ത്രീകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ പോലീസ് ഈ പ്രതിയായിട്ടുള്ള ആളെ കസ്റ്റഡിയിൽ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ തിരിച്ചറിയൽ പരേഡ് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുള്ള അപേക്ഷ ഇന്നലെ പോലീസ് കോടതിയിൽ നൽകി. തിരിച്ചറിയൽ പരേഡ് നടത്തിയ ശേഷം മാത്രം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം. ഇതിനിടെ സംഭവ സമയം പ്രതിയും പെൺകുട്ടിയും ധരിച്ച വസ്ത്രങ്ങളുടെ രക്തക്കറയും ശാസ്ത്രീയ പരിശോധനയ്ക്കായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയെ രക്ഷിച്ച 2 പേരുടെ മൊഴികൾ കൂടി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.